സുഹൃത്തുക്കളെ, ഇപ്പോൾ എങ്ങനെയുണ്ട്? ഡൽഹിയിൽ ആയുധക്കടത്ത് സംഘം പിടിയിൽ. ബിഷ്ണോയി സംഘത്തിനായി ആയുധമെത്തിച്ച 4 പേരാണ് പോലീസിന്റെ പിടിയിലായത്. 10 തോക്കുകളും വെടിയുണ്ടകളും പിടിച്ചെടുത്തു. ഇവർ ISI ബന്ധമുള്ളവരാണെന്നും പോലീസ് പറഞ്ഞു. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, എവിടെ നിന്നാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ? ജിൽസി, അന്താരാഷ്ട്ര ആയുധ വിപണന ബന്ധമുള്ള അല്ലെങ്കിൽ വലിയൊരു സംഘത്തിലെ 4 പേരെയാണ് ഇപ്പോൾ ഡൽഹി പോലീസ് ഡൽഹിയിൽ നിന്നും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ പാകിസ്ഥാൻ ചാര സംഘടനയായ IS മുഖേന ഇന്ത്യയുടെ, അതായത് പാകിസ്ഥാൻ അതിർത്തി മേഖലയിൽ നിന്നും ഡ്രോണുകൾ ഉപയോഗിച്ച് ആയുധങ്ങൾ ഇന്ത്യയിലേക്ക് കടത്താൻ ശ്രമിച്ചവരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. 4 പേരാണ് പ്രധാനമായിട്ടും അറസ്റ്റിലായിരിക്കുന്നത്. മൻദീപ്, ബൽബന്ദർ, രോഹൻ, അജയ് എന്നു പേരുള്ള 4 പേരെയാണ്. ഇതിൽ 2 പേർ രാജസ്ഥാൻ സ്വദേശികൾ, ഒരാൾ പഞ്ചാബ് സ്വദേശി, ഒരാൾ ഹരിയാന സ്വദേശിയാണ്. ഇവരുടെ പക്കൽ നിന്ന് 10 തോക്കുകളും നിരവധി വെടിയുണ്ടകളും പിടിച്ചെടുത്തിട്ടുണ്ട്. എനിക്കെതിരെ തീവ്രവാദിയാക്കി വീഡിയോ ചെയ്ത ഈ ഫസലി എന്ന് പറയണ വർഗീയവാദി, ഇതിനെന്താ പറയൽ? ഇതാണ് തീവ്രവാദം എന്ന് പറഞ്ഞാൽ. അല്ലാതെ രാജ്യത്ത് നടക്കുന്ന നെറികേട് നമ്മൾ വിളിച്ചു പറയല്ല തീവ്രവാദം. പാകിസ്ഥാൻ ചാര സംഘടനക്ക് ഇന്ത്യനെ ഒറ്റ കൊടുക്കണ 4 തീവ്രവാദികളാണ് പിടിച്ചത്. ഹിന്ദു നാമധാരികളാണ് ഈ പിടിച്ചത്. മുസ്ലിം നാമധാരികളാണെങ്കിൽ ഇവിടെ സംഖ്യകൾ വന്നുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളും പഴിചാരും. അതേ സ്ഥാനത്ത് നമ്മളൊന്നും അത് പഠിച്ചിട്ടില്ല. ഈ പിടിച്ച 4 പേരും ഹിന്ദുക്കളല്ല, ഹിന്ദു നാമധാരികളാണ്, ഹിന്ദുക്കളെ ശത്രുക്കളാണ്. നമ്മൾ അന്നും ഇന്നും എന്നും പറയുന്നു ഹിന്ദുക്കളെ ശത്രുക്കൾ സംഘപരിവാരാണ്. അവർ ഹിന്ദുക്കളെ പേരാണ് ഇക്കാരം, പക്ഷേ അവർ ഹിന്ദുക്കളല്ല. യഥാർത്ഥ ഹിന്ദുവിന് ഒരു മനുഷ്യനെ വേദനിപ്പിക്കാൻ കഴിയില്ല. ഒരു വേടൻ പക്ഷിനെ വേട്ടയാടുമ്പോൾ അരുത് കാട്ടാള എന്ന് പറഞ്ഞ മുനിൻ്റെ പാരമ്പര്യമുള്ള ആൾക്കാരാണ് നമ്മൾ ഹിന്ദു സഹോദരന്മാർ. അങ്ങനെയുള്ള ഹിന്ദു സഹോദരന്മാർക്ക് ഒരാളെ വേദനിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ഇത് പശുവിൻ്റെ പേരും പറഞ്ഞ് നമ്മുടെ രാജ്യത്ത് മുസ്ലിങ്ങളെയും ദളിതരെയും ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ടീം അവർ ഹിന്ദുക്കളല്ല, അവർ നരഭോജികളാണ്. ഇപ്പോൾ ഇവർ ചെയ്തതിനെ കുറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര രാജ്യദ്രോഹ കുറ്റമാണ് ഇവർ ചെയ്തതിന്. ഇതേപോലെ നമ്മളെ മുസ്ലിം നാമധാരികളുണ്ട്, മുസ്ലിങ്ങളെ പേരിട്ട് കണ്ട് ചാവേറുകളായി പൊട്ടിത്തെറിക്കൽ, അതേപോലെ ബോംബ് സ്ഫോടനം നടത്തൽ, അവരൊന്നും നമ്മൾ അനുകൂലിക്കരുത്. അതാണ് പറയുന്നത്, തീവ്രവാദത്തിന് മതമല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും മതത്തിൻ്റെ നാമധാരികൾ എന്തെങ്കിലും ഭീകരപ്രവർത്തനങ്ങളോ രാജ്യദ്രോഹ കുറ്റങ്ങളോ ചെയ്താൽ അവരുടെ മതത്തിൽപ്പെട്ട എല്ലാ ജനങ്ങളുടെ പേരിലും അത് ചാർത്തരുത്. അത് അവർ ചെയ്തതിനാണ്. അതിന് മറ്റുള്ള ജനങ്ങൾ എന്ത് പഴിച്ചു? ഇവിടെ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും മതേതരത്തിൽ ജീവിക്കുന്ന നാടാണ്. ഇവിടെ ഇങ്ങനത്തെ തീട്ടങ്ങൾ വന്നതുകൊണ്ടാണ് ഈ നാട് വെടക്കായത്. ഈ ചിത്രം കണ്ടങ്ങൾ, ഇത് ഒരു ഹിന്ദു സഹോദരനാണ്. അവൻ്റെ സുഹൃത്തിൻ്റെ മകനെ മദ്രസയിൽ നിന്ന് വിളിക്കാൻ വേണ്ടി പോയിനാണ്. അവൻ്റെ സുഹൃത്ത് മുസ്ലിമാണ്. അവന് ജോലി അവസരത്ത് എങ്ങോട്ടോ പോയിന്. അന്നേരം അവൻ്റെ ചങ്ങായിനോട് പറഞ്ഞപ്പോൾ അതാ മദ്രസയിൽ നിന്ന് വിളിക്കാൻ പോയിന്. ഇതാണ് നമ്മളെ നാടെന്ന് പറഞ്ഞാൽ, ഇതാവണം നമ്മളെ നാട്. ഇതിനെതിരെ നിൽക്കുന്ന ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും അവരെല്ലാവരും ഒറ്റപ്പെടുത്തണം. മനുഷ്യന്മാരെല്ലാവരും ഒന്നാണ്. അവിടെ ജാതിയില്ല, മതമില്ല. ജാതി പറഞ്ഞുകൊണ്ട് മനുഷ്യന്മാരെ വേർതിരിക്കലോ തല്ലലോ ചെയ്യുന്നവനാണ് ഏറ്റവും വലിയ വർഗീയവാദി. ജാതിക്കെതിരെ പോരാടിയ ആളാണ് ശ്രീനാരായണ ഗുരു. ആ ശ്രീനാരായണ ഗുരുവിൻ്റെ SNDP തലപ്പ് തിരിക്കണപ്പോൾ വള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ ചങ്ങായി ഇപ്പോൾ എന്താ ചെയ്യണേ? ഫുൾ ജാതീയതല്ലേ പറയണേ. അതേപോലെ ഗുരുദേവൻ പറഞ്ഞതിന് നിങ്ങൾ കള്ള് കുടിക്കരുതെന്ന്. ഈ വള്ളാപ്പള്ളി നടേശൻ എനിക്ക് എത്ര ബാറുണ്ട്.
അയാളെല്ലാം പിടിച്ചുങ്ങാണ്ട് ഈ സ്ഥാനത്തിരുത്തിയാൽ എന്താ പാട്? ഭൂരിപക്ഷ ഈഴവ സമൂഹവും അയാളെപ്പോലുള്ള ആളുകൾ ഈ സ്ഥാനത്ത് ഇരിക്കരുത് എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ആ സ്ഥാനത്ത് ആ ചങ്ങായി ഇരിക്കാനുള്ള കാരണം എല്ലാ കരയോഗത്തിൻ്റെ തലപ്പത്തും മൂപ്പരെ അനുകൂലിക്കുന്ന ആൾക്കാരെ ഇട്ടിന്. അന്നേരം തെരഞ്ഞെടുപ്പ് വരുമ്പം ഒരു പേരിന്, ഇപ്പോൾ ഇന്ത്യ നടക്കണ മാതിരി പേരിന് ഇലക്ഷൻ നടക്കും. പക്ഷേ മൂപ്പരെ ഈ വിഭാഗത്തിലുള്ള ആൾക്കാരാണ് ഭൂരിപക്ഷം എല്ലാ കരയോഗത്തിലുള്ളത്. അന്നേരം മൂപ്പര് ജയിക്കും. അങ്ങനെയാണ് മൂപ്പര് ജയിക്കണത്. മൂപ്പരെ നാവാണെങ്കിലോ ഗുരുദേവന് എതിരായിട്ടാണ് നാവ്. തനി വർഗീയ ഉദ്ദേശമാണ് മൂപ്പര് നടത്തൽ. അങ്ങനെയുള്ള ആൾക്കാരെല്ലാണ് നമ്മളെ നാടിനെ കേടുവരുത്തണത്. ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. മൂപ്പർക്ക് അതേപോലുള്ള ആൾക്കാർക്കുള്ള മറുപടിയാണ് ഞാനിപ്പോൾ കാണിച്ചു തന്ന ഫോട്ടോ. ഇതാണ് നമ്മളെ നാട്. അല്ലാതെ വിദ്വേഷവും വർഗീയതയും പറഞ്ഞ് തമ്മിൽ തല്ലിപ്പിക്കലല്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാം.